ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുടെ കയ്യിലുള്ളത് 3 ഫോണുകളെന്ന് പോലീസിന്റെ നിഗമനം. ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞു, മറ്റൊന്ന് സുഹൃത്തിന് കൈമാറി. കയ്യിലുള്ള ഫോൺ ഏതാണ് എന്ന് പോലീസ് തിരയുകയാണ്. എന്ന് പോലീസ് പറയുന്ന ഫോണ് നിങ്ങളുടെ കൈവശമാണ്. എൻ്റെ ഉള്ളത് അയാൾ തന്ന വെറും ഫോണാ. സിമ്മുള്ളത് അത് എൻ്റെ സ്വന്തം സിമ്മാണ്, എൻ്റെ പേർക്കുള്ള സിമ്മാണ്. അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിൽ അയാളുടെ ഒരു കാര്യം നമുക്കറിയില്ല. അല്ലാതെ പോയി കോറിയുള്ള ബന്ധങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്യൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പറയും. അതിലെ ബന്ധങ്ങളല്ലാതെ വേറൊന്നും എനിക്ക് അയാളെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഒരു 6 മാസം പരിചയപ്പെട്ട അയാൾ പെട്ടെന്ന് പണി നിർത്തി പോകുമ്പോൾ ഒരു സൗഹൃദ ബന്ധത്തിൽ ആൾ തന്നു, ഞാനത് മേടിച്ചു, അത്ര തന്നെ. അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്തുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്വഭാവം പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ സ്വഭാവം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതൊന്നും നമുക്കറിയില്ല. ഒന്ന് പറഞ്ഞ രണ്ടിനെ അയാൾ ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ അയാളെ സംസാരം. അതുകൊണ്ട് അധികം സൗഹൃദങ്ങൾ ഞാൻ വെക്കില്ല. ഇങ്ങനെ കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായോ? അത് അയാൾ ഇവിടെ വന്ന ശേഷം എന്നോട് പറഞ്ഞത്, ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനെങ്ങനെ ഒരു കേസിൽപ്പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചനെ താത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ട വീട്ടുകാർ ചെയ്തു. അപ്പോൾ അതിനെയാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളത് വേണ്ട പുള്ളി ഇവിടെ നിന്ന് പോയത്. 2 പേരെ കൊലപ്പെടുത്തുന്നു പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അയാളെ കുറിച്ച് നമുക്ക് ഈ യൂട്യൂബിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യാവസ്ഥ. അല്ലാതെ അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ല, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 2 പേരെ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് എന്നിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ വയസ്സായ കാലത്ത് നിങ്ങൾ ഒന്നിനെ കൈവത്തം ചെയ്തില്ലേ, ഇനി അതോടെ വിടിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലടാ, എൻ്റെ കുടുംബം തകർത്തതിന് ഞാൻ 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ തകർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ മരിക്കുള്ളത് പറഞ്ഞിട്ട് അവിടെ പോയത്. അതും ആൾ ആവശ്യത്തിയായിട്ട് പോയത് പോയത് സുഖമില്ലാതെ ആൾ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കില്ല. ഇവിടെ ഹോസ്പിറ്റലിലും തിരുവമ്പാടിയിലും ഒക്കെ കാണിച്ചു. അതിൻ്റെ എല്ലാം ഭേദം കൊണ്ടാണ് അയാൾ പോയത് ഇവിടെ നിന്ന്. അത്രമാത്രം നമുക്കറിയുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സംഭവം അറിയാം. ഇവിടുന്ന് പോയിട്ടാ ഡിസംബർ 2 മാസം പോയതിനു ശേഷം ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നിട്ടില്ല, പിന്നെ വന്നിട്ടൊന്നുമില്ല. രാഹുൽ കെ വി ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, കോഴിക്കോട് എത്ര നേരം പോലീസിന്റെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു? കാര്യമായ ലീഡ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ അവിടെ? ദിവിഷ, അതായത് ഒരു ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കോഴിക്കോട് കൂടരഞ്ഞി കൂമ്പാറ ഭാഗത്ത് പോലീസിനെ എത്തിക്കുന്നത്. ഇവിടുത്തെ ക്വാറിയിൽ ഈ ഡിസംബർ വരെ ചെന്താമര ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ഫോണ് അവിടെ ഒരുമിച്ച് സഹപ്രവർത്തകനായി ജോലി ചെയ്ത പാലക്കാട് സ്വദേശി തന്നെയായ മണികണ്ഠന് കൈമാറിയിരുന്നു. അപ്പൊ ആ ഫോണാണ് ഈ പോലീസിന് ഒരു സൂചനയായി ലഭ്യമായിരുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിഗമനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ക്വാറിയിൽ വിശദമായി തന്നെ അവർ പരിശോധന നടത്തി. മറ്റു ഡീറ്റെയിൽസ് ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നതാണ്. പക്ഷേ ഇവിടെ തന്നെ വളരെ നിർണായകമായ വിവരം വരുന്നത് 2 കൊലപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ ചെന്താമര പറഞ്ഞു എന്നതാണ്. മണികണ്ഠനോട് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. ക്വാറിയിൽ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും മണികണ്ഠനോട് മാത്രമാണ് കുറച്ചെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം ചെന്താമരക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും 2 പേരെ കൊലപ്പെടുത്തും, ഒരാളെ കൊലപ്പെടുത്തി ജയിലിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനിയും 2 പേരെ കൊലപ്പെടുത്തും എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതിന് കാരണം തന്റെ വളർച്ചയ്ക്ക്, തന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ദോഷമായി നിൽക്കുന്നു എന്ന കാരണത്തിലാണ് എന്നാണ് മണികണ്ഠനോട് പറഞ്ഞിരുന്നത്. അതിലും മറ്റുള്ള ആളുകളുമായി അത്ര അടുത്ത് ഇടപഴകുന്ന രീതിക്കാരനായിരുന്നില്ല, നിഗൂഢ സ്വഭാവക്കാരനായിരുന്നു എന്ന് തന്നെയാണ് ബാക്കിയുള്ള ആളുകളും പറയുന്നത്. രാഹുലാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. സിമ്മ് ഈ മണികണ്ഠന് തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്നിടത്ത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ചെന്താമര മണികണ്ഠന് നൽകിയതാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത്. അവിടുത്തെ പോലീസിനെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തത്.